നമ്മുടെ കേരളത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ തന്നെ പറയാറുള്ളത് പ്രബുദ്ധ കേരളം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളതാണ്. യാഥാർത്ഥ്യം അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മൾ അങ്ങനെ വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പുറമേ ഇത് പറയുമെങ്കിൽ പോലും അവർക്കറിയാൻ പറ്റിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മൾ പലപ്പോഴും കുറേ കൂടി പണം കിട്ടും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളത് തട്ടിപ്പിൽ വീഴും. കൂടാതെ രാഷ്ട്രീയക്കാരുടെയൊക്കെ പല അഭ്യാസങ്ങളിലൊക്കെ നമ്മൾ വീഴും. അതുപോലെ എനിക്ക് ഓർമ്മയുള്ളൊരു അഭ്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ ഒരു തവണ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് എന്നെ അമ്പരപ്പിച്ചു. ഇതെങ്ങനെയാണ് കേരളത്തിൽ ഇടാൻ കഴിയാന്ന്. കാരണം പെട്രോളിൻ്റെ വില കേന്ദ്ര ഗവൺമെൻറ് ഒരു 10 രൂപ കുറച്ചപ്പോൾ ഞങ്ങൾ വില കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് KN ബാലഗോപാൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്ന് നോക്കുമ്പോൾ വിലയൊന്നും കുറഞ്ഞിട്ടില്ല, ഈ 10 രൂപ തന്നെ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പുള്ളി ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ 10 രൂപ കേന്ദ്ര ഗവൺമെൻറ് കുറക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 10 രൂപ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ അതിൽ 2 രൂപ 20 പൈസയോ 2 രൂപയിൽ സംതിങ് കേരള ഗവൺമെൻറ് കിട്ടിക്കൊണ്ടിരുന്നതാണല്ലോ. അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ ഞങ്ങളും കൂടി വില കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് വില കുറച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായി ഇവിടെ കിട്ടേണ്ട ടാക്സ് കുറയും. പക്ഷെ അതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആ പോസ്റ്റിൻ്റെ താഴെ ശങ്കൂട്ടി ദാസ് എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ്, അദ്ദേഹം വന്ന് താഴെ ഒരു പോസ്റ്റ് ഇട്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ അണികളുടെ മണ്ടത്തരത്തിൽ അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മയിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങളൊക്കെ എഴുന്നള്ളിച്ചാലും അണികൾ അത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കും എന്നുള്ളതാണ് ശങ്കുട്ടി ദാസ് ഉദ്ദേശിച്ചത്. ഏതാണ്ട് അതേപോലെ തന്നെ ഒരു ഉത്തരവ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് എന്ന് പറയുന്നത്, നമ്മുടെ ADGP MR അജിത് കുമാർ RSSൻ്റെ നേതാക്കളെ കണ്ടിരുന്നു, അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് വലിയ ബിഗ് ബ്രേക്കിംഗ് ആയി വലിയ വാർത്തയായിട്ടൊക്കെ മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ MR അജിത് കുമാർ ഈ RSS നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയെ കണ്ടു. അദ്ദേഹം RSSലെ രണ്ടാമനാണ്. അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. പിന്നെ 10 ദിവസങ്ങൾക്കുള്ളിൽ 2023 തന്നെ റാം മാധവിനെയും കണ്ടിരുന്നു. റാം മാധവിനെ കണ്ടത് പിന്നെ ഒരു കോൺക്ലേവിൻ്റെയൊക്കെ ഭാഗമായിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് വിശദീകരിക്കാം. പക്ഷേ ഈ പറയുന്ന 2 പേരെയും പോയി കണ്ടു. ആ പോയി കണ്ടത് RSS എന്ന് പറയുന്ന ഒരു സംഘടനയിലെ നേതാക്കന്മാരെ കാണാൻ പാടില്ല എന്നൊന്നുമില്ല. അവർ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം തന്നെ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് RSS എന്ന് പറഞ്ഞ് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവ് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ RSSൽ വർക്ക് ചെയ്യുന്നത് പോലും ഒരു തെറ്റല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു RSS ADGP എന്ന് പറയുന്ന MR അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP ആണ്. കേരളത്തിലെ പോലീസിൽ നിയമപരമായി രണ്ടാമത്തേതാണ്. പക്ഷെ നമുക്കെല്ലാം അറിയാം അദ്ദേഹം സൂപ്പർ DGP ആണ്. കാരണം പിണറായി വിജയൻ്റെ വലം കൈയാണ്. അദ്ദേഹം കണ്ടതിനെക്കുറിച്ച് എന്തന്വേഷണം നടത്താനാണ് എന്നത് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. കാരണം അതിൽ നിയമപരമായിട്ടുള്ള തെറ്റുകളൊന്നും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ശരികേടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ, അതായത് CPMനൊപ്പം നിൽക്കുന്ന ഒരാൾ, പിണറായി വിജയൻ എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിച്ഛായുള്ളൊരു നേതാവാണ്. പ്രത്യേകിച്ചും RSS സംഘപരിവാർ വിരുദ്ധനാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരാൾ വ്യക്തിപരമായിട്ടാണെങ്കിൽ പോലും നേരത്തെ പോയി മുൻപരിചയമൊന്നുമില്ലാത്ത RSS നേതാക്കളെ കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തി എന്ന് പറയുന്നത് വേണമെങ്കിൽ സംശയിക്കാവുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായിട്ട് ഒരു നിലപാടെടുക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടി അപ്രധാനമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് MR അജിത് കുമാറിനെ മാറ്റാവുന്നതാണ്. അല്ലാതെ ഈ കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിരിച്ചുവിടാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിനെതിരെ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ, അതിൽ കള്ളക്കടത്ത് മുതൽ മറ്റേ കൈക്കൂലി വാങ്ങിയത് മുതലുള്ള നിരവധി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ LDF മുന്നണി ചേരുന്ന സമയത്ത് TP രാമകൃഷ്ണൻ കൺവീനർ ആയതിനു ശേഷം അതിൽ വർഗീസ് ജോർജും PC ചാക്കോയും അതുപോലെ തന്നെ CPIയുടെ ബിനോയ് വിശ്വവുമൊക്കെ ഇതേ ആരോപണം ഉയർത്തിയിരുന്നു. ADGPക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്നേരമാണ് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത്, ഇത് നമുക്ക് ഒരു അന്വേഷണം നടത്താം, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത്. പക്ഷേ അന്നേരം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ബിനോയ് വിശ്വം ചോദിക്കേണ്ടതായിരുന്നു, ഇതിലെന്ത് അന്വേഷണം നടത്താനാണ്, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ തീരുമാനമെടുത്തില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു പ്രഹസനമായിട്ട് ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചേക്കാണ്. ഇതിൻ്റെ കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ ഒരു നമ്മൾ വലിയ കമ്പനികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ പോലെയുള്ള കമ്പനി അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ കോടിക്കണക്കിന് രൂപയാണ് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആ ശമ്പളത്തിനനുസരിച്ചുള്ള ജോലികൾ ഏൽപ്പിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്.
ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 30 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു ശമ്പളത്തിനൊരു എംപ്ലോയിയെ വെക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ട് പേടിക്കണ്ട കേട്ടോ, അങ്ങനെയൊക്കെ ശമ്പളം മേടിക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ സിഇഒയുടെ സാലറി തന്നെ 2480 കോടി രൂപയാണ് വർഷം. എന്ന് പറഞ്ഞാൽ പെർ ഡേ ഒരു 5 കോടി രൂപ വരും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളൊക്കെ അദാനി അംബാനിയുടെ ഒക്കെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു 30 ലക്ഷം രൂപ മേടിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. അദ്ദേഹത്തിൻ്റെ ശമ്പളം ദിവസം 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു കൈക്കോട്ട് എടുത്തിട്ട് തെങ്ങിന് തടവെടുത്തേക്ക് എന്ന് പറഞ്ഞൊരു ജോലി ഏൽപ്പിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഏൽപ്പിച്ചാൽ അതുപോലെ നഷ്ടമാണ്. കാരണം അതിന് 1000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 1500 കൊടുത്ത ആളെ കിട്ടും. അപ്പോൾ ബാക്കി 99,000 രൂപയും നമുക്ക് നഷ്ടമാണ്. ഇവിടെ നമ്മുടെ DGP ആണ് ഈ ചുമതല ഏൽപ്പിച്ചേക്കുന്നത്. DGP എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് ഗവൺമെൻറ് ഒരു 3 ലക്ഷം രൂപ ശമ്പളമായി തന്നെ കൊടുക്കുന്നുണ്ടാവും. അതുകൂടാതെ ബാക്കിയുള്ള പെർക്സ് എല്ലാം കൂടി കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതൽ വരും. ഇപ്പോൾ വണ്ടി, വാഹനം, അതുപോലെ വീട് എല്ലാം കൂടി കൂട്ടിയാൽ. അപ്പോൾ ഒരു ദിവസം 10,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് അതിനനുസരിച്ചുള്ള ജോലി കൊടുക്കണം. ഇത് ഒരു തരത്തിലും ഒരു ആവശ്യമില്ലാത്തൊരു അന്വേഷണം നടത്താൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചേക്കുകയാണ്. ഇനി ഇവിടെ കൊണ്ട് തമാശ തീർന്നില്ല. എന്നെ ചിരിപ്പിച്ചെടുത്ത കാര്യം എന്ന് പറയുന്നത് K. ജയകുമാർ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് RSSൻ്റെ. അദ്ദേഹം സമ്പർക്ക് പ്രമുഖാണ്. ഇപ്പോൾ നേരത്തെ അദ്ദേഹത്തിന് വിജ്ഞാൻ ഭാരതിയുടെയൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ചാർജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നമ്മുടെ MR അജിത് കുമാറിൻ്റെ കൂടെ പഠിച്ചതാണ്, സഹപാഠിയായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൈമന സ്വദേശിയാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് DGP നോട്ടീസ് അയക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോട്ടീസ് അയച്ച് K. ജയകുമാറിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ K. ജയകുമാർ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് സൗകര്യമില്ല പറയാൻ എന്ന് അദ്ദേഹം മാന്യമായി പറഞ്ഞാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ കുറച്ചും കൂടി അദ്ദേഹം കടുപ്പിച്ച് എനിക്ക് സൗകര്യമില്ലടാ എന്ന് പറയാൻ എന്ന് പറഞ്ഞാലും അത് കേട്ടിട്ട് DGP അവിടെ ഇരിക്കേണ്ടി വരും. കാരണം ഇതിൽ നിയമപരമായിട്ട് യാതൊരു പ്രശ്നമില്ല, ഒരു ക്രൈം നടന്നിട്ടില്ല, ഒന്നുമില്ല. ഇത് രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്ത് വേണമെങ്കിൽ അജിത് കുമാറിനെ മാറ്റാം. അതിൽ ധാർമ്മികമായിട്ടുള്ള ചില ശരികേടുകളുണ്ട് എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ നിയമപരമായിട്ടോ ചട്ടലംഘനമോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരെയും കാണാനുള്ള അവകാശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RSS നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല എന്ന് മാത്രമല്ല, RSSൽ ചേർന്ന് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതായത് ഗവൺമെൻറ് ജോലിക്കാർക്കൊക്കെ തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം അത് ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നുള്ളതാണ് അവർ കൃത്യമായി ഉത്തരവിറക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ജയകുമാർ ആരാണെന്ന് കൂടി നിങ്ങൾക്കറിയണ്ടേ? K. ജയകുമാർ അദ്ദേഹം എന്ന് പറയുന്നത് ഒന്ന് RSSൻ്റെ സമ്പർക്ക പ്രമുഖാണ്, വിജ്ഞാൻ ഭാരതിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനുമായും അതിനേക്കാൾ വലിയ അദ്ദേഹത്തിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുതലാളിയായിട്ടുള്ള നരേന്ദ്രമോദിയുമായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുള്ള ഒരാളാണ്. ആ ബന്ധമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ RSSൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി വിങ്ങിൻ്റെ പോളിസികൾ തീരുമാനിക്കുന്നതിൽ വലിയ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ ഈവൻ മോദി ഭരണകാലത്ത് പോലും മോദിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി പോളിസികളുമായി ബന്ധപ്പെട്ട് തന്നെ പലപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ വിളിച്ച് ഈ പറയുന്ന നമ്മുടെ DGP എന്തു ചോദിക്കാനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം അദ്ദേഹം ഒരു മര്യാദ കൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ ചോദിച്ചാൽ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം പറയുമായിരിക്കും. പിന്നെ കൂടാതെ MR അജിത് കുമാറിൻ്റെ കൂടെയുള്ള ആളുകളെയും ഒക്കെ കണ്ടെത്തി DGP നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയണത്. ഇവരെ ഈ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുക്കാൻ പോവുക? അപ്പോൾ ഇത് നമ്മുടെ കുറേ ടാക്സ് മേടിക്കുന്ന കാശ് കൊണ്ട് ഈ DGP ഒക്കെ തീറ്റിപ്പോറ്റുന്ന അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ജോലികൾ ഏൽപ്പിക്കാതെ ഇതുപോലെയുള്ള ഈ പ്രഹസനമാണ് നമ്മുടെ പിണറായി വിജയനൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ സർക്കസിലുണ്ടായിരുന്നുള്ള പല അഭ്യാസങ്ങളെ അതിനേക്കാൾ വലിയ അഭ്യാസമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ പലരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലൊരു അഭ്യാസമാണ് ഈ കാണിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവർ RSSൻ്റെ രണ്ടാമനായിട്ടുള്ള ദത്താത്രേയ ഹൊസബുലക്ക് നോട്ടീസ് അയക്കോ? കർണാടകക്കാരനായിട്ടുള്ള അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് DGP വിളിച്ചു വരുത്തി നിങ്ങൾ തമ്മിൽ എന്താണ് കണ്ടത്, സംസാരിച്ചോ എന്ന് ചോദിക്കുമോ? ഇനി അതല്ലെങ്കിൽ കോവളത്ത് വെച്ച് ഒരു കോൺക്ലേവിൻ്റെ ഇടക്കാണ് മീറ്റ് ചെയ്തത് എന്ന് വേണമെങ്കിൽ ഒരു ന്യായീകരണം പറയാവുന്ന രാം മാധവിനെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന് ചോദിക്കൂ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ബോധ്യമില്ലാത്ത ആളുകളായതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ പോലെ ഒരു പോലീസ് ജീപ്പ് വന്ന് നേരെ വണ്ടിയിൽ കയറുമെന്ന് പറയുമ്പോൾ ഇവരങ്ങ് കയറിയിരുന്ന് നേരെ DGPയുടെ മുമ്പിൽ വന്ന് പഞ്ചമുച്ച മടക്കി നിൽക്കുമോ? എന്തൊക്കെ അഭ്യാസങ്ങളാണ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ തന്നെ ഈ MR അജിത് കുമാറിനെതിരെയുള്ള നടപടി എടുക്കാതിരിക്കാൻ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള പിണറായി വിജയൻ്റെ അഭ്യാസങ്ങളാണ്. യഥാർത്ഥത്തിൽ അതിനിടയ്ക്ക് CPI-യുമായിട്ടൊരു സെറ്റിൽമെൻറ്റ് പറ്റുമെന്നാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPI
കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അവരുടെ ജനയുഗം എന്ന് പറഞ്ഞ പത്രം, അതാരും ആരും വായിക്കുന്നില്ലെങ്കിലും CPIയുടെ നിലപാടുകളാണത് എന്നറിയാവുന്നതുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വലിയ വാർത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്തയിൽ MR അജിത് കുമാറിനെ കുറിച്ച്, അതുപോലെ തന്നെ പൂരം കലക്കിയതിനെ കുറിച്ച്, MR അജിത് കുമാറിനെ മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആദ്യം പ്രകാശ് ബാബുവും പിന്നീട് ദേവികയും പിന്നീട് വീണ്ടും ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിലുമൊക്കെ നിരവധിയായ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ LDFൻ്റെ മീറ്റിങ്ങിൽ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു തീരുമാനം ഞങ്ങൾ പാലിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കാണ്. പിണറായി വിജയൻ, നിങ്ങൾ ഈ നാട്ടിലെ ആളുകളെയൊക്കെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് CPMൻ്റെ ഐഡിയോളജിയോട് അല്ലെങ്കിൽ അതിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളോട് യോജിക്കാത്ത തരത്തിലുള്ള ഒരാളാണ് MR അജിത് കുമാർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇനി മാറ്റിയാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം എന്താണ്? ആ പ്രശ്നം കഴിഞ്ഞ 15-16 മാസമായി ഇതറിഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നടപടിയെടുക്കാതിരുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയന് മറുപടിയില്ല. യഥാർത്ഥത്തിൽ VD സതീശനും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുന്നത് ഈ പറയുന്ന MR അജിത് കുമാർ പോയത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് വലിയ സാധ്യതകളൊക്കെ ഉണ്ട്. DGP ആകുന്നതിന് ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിനൊന്നും വേണ്ടി ആയിരിക്കില്ല. പകരം പിണറായി വിജയൻ പറഞ്ഞയച്ചത് കൊണ്ടായിരിക്കും, ഒരു ദൂതനായിട്ടായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഹസനമാണ് ഈ നടത്തുന്നത്. എന്ത് പ്രഹസനമാണ് പിണറായി ഇത് എന്ന് മാത്രമേ വളരെ വിനയത്തോട് ചോദിക്കാനുള്ളൂ. മറ്റൊരു ചുക്കും ഈ അന്വേഷണത്തിൽ നടക്കില്ല. അന്വേഷണം നടത്തുന്നതിന് പകരം അവിടെ നിന്ന് DGP കിടന്നുറങ്ങിയിട്ട് ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇതിൻ്റെ പുറത്ത് യാതൊരു അന്വേഷണവും സാധ്യമല്ല. കാരണം ഇതിൽ നിയമപരമായിട്ടുള്ളതോ കുറ്റകരമായിട്ടുള്ളതോ ഒന്നും തന്നെ ഇല്ല. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ വേറെ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ കസ്റ്റഡി മരണങ്ങൾ തന്നെ 17 എണ്ണം നടന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള അട്രോസിറ്റീസ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ചുകൂടി ഫലപ്രദമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന് നമ്മുടെ DGPയെ നിയോഗിക്കാതെ ഒരു കാരണവശാലും ഈ പറയുന്ന ഡെയിലി 10,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുക്കുന്ന ഒരാളെ അതിനനുസരിച്ചുള്ള ജോലികൾ ചെയ്യിപ്പിക്കാതെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേണ്ടി കരുവാക്കരുത് എന്നുള്ളത് അപേക്ഷയാണ്. നടക്കൂലെന്നറിഞ്ഞെങ്കിൽ പോലും ഇത് കാണുന്ന ആളുകളെങ്കിലും ബോധ്യപ്പെടാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്.